Hi dears, welcome back. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ചക്കക്കുരു വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു അടിപൊളി നാലുമണി പലഹാരത്തിൻ്റെയാണ്. ടേസ്റ്റ് പറയാതിരിക്കാൻ വയ്യ, നല്ല ടേസ്റ്റാണ്. പുറം ഭാഗം അത്യാവശ്യം നല്ല ക്രിസ്പി ആയിട്ട്, ഉൾഭാഗം കുറച്ചൊക്കെ സ്പൈസി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി നാലുമണി പലഹാരം തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കിയിട്ടുള്ളത് നോക്കാം. അതിനു മുന്നേയായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇതിലേക്കൊരു മസാല റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണക്ക് പകരം ഓയിലായാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. വഴറ്റിയെടുക്കുന്ന സമയത്ത് ഇതിലേക്കൊരു 1.5 പച്ചമുളക് ഇതുപോലെ കനം കുറഞ്ഞ് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് ഏകദേശം 1 കപ്പ് ചക്കക്കുരു ഇതുപോലെ നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. വേവിക്കാൻ വെക്കുന്ന സമയത്ത് ചക്കക്കുരുവിൻ്റെ മുകളിലുള്ള വെള്ളത്തോലി കളഞ്ഞിട്ട് ഈ ഒരു ബ്രൗൺ പാർട്ട് മാറ്റിയിട്ടില്ല കേട്ടോ. അത് മാറ്റാതെ പകുതിയായിട്ട് കട്ട് ചെയ്തിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ കുക്കറിൽ ചക്കക്കുരുവിന് മുകളിലായിട്ട് വെള്ളം നിൽക്കുന്ന രീതിയിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് വെന്ത് കിട്ടണം. ഇനി ഇത് ചൂടോടുകൂടി ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല. ചിക്കൻ മസാലയ്ക്ക് പകരമായിട്ട് ഗരം മസാല ചേർത്ത് കൊടുത്താലും മതിയാവും. കൂടുതൽ ടേസ്റ്റ് ചിക്കൻ മസാല തന്നെ ആയിരിക്കും. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഈ ഒരു മസാലയുടെ പച്ചമണക്കൊന്ന് മാറി കിട്ടിയാൽ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ആ ഒരു ചക്കക്കുരു ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ചക്കക്കുരു മസാലയും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആകുന്ന വരെ നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കാം. ഈ ഒരു സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ എരിവ് കുറവുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ചക്കക്കുരു ആയതുകൊണ്ട് തന്നെ ഒന്നിട്ട് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയി പോയിട്ടുണ്ട്. അപ്പോൾ അതിലേക്കൊരു 1.5 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേറൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്കൊരു കോട്ടിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1/4 കപ്പ് അരിപ്പൊടി, 1/4 കപ്പ് കടലമാവ്, പിന്നെ 1/4 കപ്പ് ഗോതമ്പൊടി കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം. കൂടെ തന്നെ ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തത്, അതുപോലെ തന്നെ പാകത്തിനൊരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് ഇനി പാകത്തിന് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ചെറുതായിട്ടൊരു കട്ടിക്കുള്ള ബാറ്ററാക്കി എടുക്കണം. എന്നിട്ട് അതിലേക്കൊരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. കുറച്ചൊരു കട്ടിക്കാണ് കേട്ടോ മാവ് വേണ്ടത്. പിന്നെ ബേക്കിംഗ് സോഡ ഓപ്ഷനിലാണ്, താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടിയിൽ ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വരുന്ന സമയം കൊണ്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവ് ഏകദേശം ഒന്ന് ചൂടാറിയിട്ടുണ്ട്. ഇനി കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ എല്ലാതും ഇതുപോലെ ബോൾസാക്കി എടുത്തു കഴിഞ്ഞാൽ ഇനി ഓരോന്നായിട്ട് ഈ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവിലൊന്ന് മുക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതിയാവും. എന്നിട്ടൊരു ഭാഗം വെന്ത് കഴിഞ്ഞാലും മറിച്ചിട്ടിട്ട് 2 ഭാഗവും ഒന്ന് കളറൊക്കെ മാറ്റിയെടുക്കാം. അപ്പോൾ എല്ലാതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണ് ഈ ഒരു സ്നാക്ക് കഴിക്കാനായിട്ട്. പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടും ഉൾഭാഗം കുറച്ച് സ്പൈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അടിപൊളി നാലുമണി പലഹാരം തന്നെയാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിൽ ചക്കക്കുരു ഉണ്ടെങ്കിൽ ഇതുപോലെ മസാല ബോണ്ട, ചക്കക്കുരു വെച്ചിട്ട് മസാല ബോണ്ടയാണ്. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ. ബൈ. താങ്ക് യു.